വെൽക്കം ടു അക്കൗണ്ടിംഗ് സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ്സിൽ റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇതിൻ്റെ ഫോർമാറ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇനി ഇത് ഉൾക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡ് 31st December 2018. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഡാറ്റകൾ ഇവിടെ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ഡൊണേഷൻ റിസീവ്ഡ്, എൻട്രൻസ് ഫീ, ലോക്കർ റെൻറ്റ് റിസീവ്ഡ്, ഇലക്ട്രിക് ചാർജ്, കമ്പ്യൂട്ടർ പർച്ചേസ്ഡ്, ഡൊണേഷൻ ഫോർ ലൈബ്രറി, ടാക്സ് പെയ്ഡ്, ഇൻഷുറൻസ് പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ, ടൂർണമെൻറ്റ് എക്സ്പെൻസ്, ബുക്സ് പർച്ചേസ്ഡ്, സാലറി പെയ്ഡ്. ഇത്രയാണ് ഡീറ്റെയിൽസ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. ഫസ്റ്റ് ടു ബി പ്രിപ്പയർഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതുന്നു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഫസ്റ്റ് സൈഡ് റെസീപ്റ്റ്സ്, സെക്കൻഡ് സൈഡ് പേയ്മെൻറ്റ്സ് എമൗണ്ട്. ഓക്കെ, എല്ലാ റെസീപ്റ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? റെസീപ്റ്റ് സൈഡിൽ കൊടുക്കുന്നു. അതേപോലെ എല്ലാ പേയ്മെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് സൈഡിലും കൊടുക്കുന്നു. ദിസ് ഈസ് ക്രെഡിറ്റ്, സോറി ദിസ് ഈസ് ഡെബിറ്റ്, ദിസ് ഈസ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ബാലൻസ് ബ്രോ ഡൗൺ. ക്യാഷ് ക്വസ്റ്റ്യൻ നോക്കുക, ക്യാഷ് 5000 ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതുപോലെ ബാങ്ക് ബാലൻസ് 15,000, ടോട്ടൽ 20,000. അപ്പോൾ നമ്മുടെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 20,000 ആണ്. ഓക്കെ, 20,000 ആണ് നമ്മളെ ഓപ്പണിംഗ് ബാലൻസ്. ഇനി നമ്മൾ എല്ലാ റെസീപ്റ്റ്സും ക്യാഷിലേക്ക് വന്നതും ബാങ്കിലേക്ക് വന്നതും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? റെസീപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. അതേപോലെ നമ്മൾ ക്യാഷിൽ നിന്നും ബാങ്കിൽ നിന്നും പോയത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് സൈഡിലും എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഒരു റെസീപ്റ്റ്സ് ആണ്. സബ്സ്ക്രിപ്ഷൻ 20,000. ഓക്കെ, ഡൊണേഷൻ റിസീവ്ഡ്, അതും എന്തുതന്നെയാണ്? ഒരു റെസീപ്റ്റ് തന്നെയാണ്. ഡൊണേഷൻ കാണുന്നത് 30,000. എൻട്രൻസ് ഫീ ആൾസോ എ റെസീപ്റ്റ്. എൻട്രൻസ് ഫീ 1,000. അതുപോലെ ലോക്കർ റെൻറ്റ് റിസീവ്ഡ്. ലോക്കർ റെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ ജ്വല്ലറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ലോക്കറിൽ സൂക്ഷിക്കുന്നു. അതിനൊരു റെൻറ്റ് അവരെന്ത് ചെയ്യുന്നു? പിടിക്കുന്നു. അതാണ് ലോക്കർ റെൻറ്റ് റിസീപ്റ്റ്. ലോക്കർ റെൻറ്റ് കിട്ടിയതാണ്, റെസീപ്റ്റാണ്. ലോക്കർ റെൻറ്റ് കാണിക്കുന്നത് 1000 ആണ്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് ചാർജ് ആണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇലക്ട്രിക് ചാർജ് 4000. അതേപോലെ കമ്പ്യൂട്ടർ പർച്ചേസിന് നമുക്കറിയാം, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങി, കമ്പ്യൂട്ടർ ഒരു ഫിക്സഡ് അസറ്റാണ്, അത് വാങ്ങുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് കമ്പ്യൂട്ടർ 15,000. അതുപോലെ ഡൊണേഷൻ ഫോർ ലൈബ്രറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊണേഷൻ കിട്ടിയതാണ്, റെസിപ്റ്റാണ്. ഡൊണേഷൻ ഫോർ ലൈബ്രറി എമൗണ്ട് കാണിക്കുന്നത് 10,000 ആണ്. അതുപോലെ
ടാക്സ് പെയ്ഡ് പേയ്മെൻ്റ് ആണ്, ആ വേർഡിൽ തന്നെ ഉണ്ട് ടാക്സ് പെയ്ഡ്. കാണിക്കുന്ന എമൗണ്ട് എത്രയാണ് നോക്കുക. ടാക്സ് പെയ്ഡ് 30,000 റുപ്പീസാണ്. അതേപോലെ ഇൻഷുറൻസ് പെയ്ഡ് പേയ്മെൻ്റ് ആണ്, ഇൻഷുറൻസ് എന്താണ് ഒരു പേയ്മെൻ്റ് ആണ്, ഇൻഷുറൻസ് 1000. ഇൻട്രസ്റ്റ് റിസീവ്ഡ് റെസിപ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 3,000. അതുപോലെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഓൾഡ് ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ വിറ്റു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, റെസിപ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 1000. അതേപോലെ ടൂർണമെൻ്റ് എക്സ്പെൻസ്, അതൊരു എക്സ്പെൻസ് ആണ്, അതൊരു പേയ്മെൻ്റ് ആണ്. ടൂർണമെൻ്റ് എക്സ്പെൻസ് 1000. ബുക്സ് പർച്ചേസ്ഡ്, ബുക്ക് വാങ്ങിയത് എന്താണ്, ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് അസറ്റാണ്. ഓക്കെ, ഒരുപാട് ലൈബ്രറിക്ക് വേണ്ടിയിട്ടുള്ള ബുക്സാണ്. ആ ബുക്സ് എന്താണ്, ഒരു ഫിക്സഡ് അസറ്റാണ്, അത് വാങ്ങി പേയ്മെൻ്റ് ആണ്. ബുക്സ് പർച്ചേസ്ഡ് 10,000 റുപ്പീസിന് ബുക്ക് വാങ്ങി. അതുപോലെ സാലറി കൊടുത്തു, സാലറി പെയ്ഡ് ഇവിടെ കാണിക്കുന്നത് 15,000 റുപ്പീസാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ സാധാരണ പോലെ എന്ത് ചെയ്യണം, നമ്മളിതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റിസീവ് സൈഡ് കംപ്ലീറ്റ് അങ്ങ് കൂട്ടുക. റിസീവ് സൈഡ് കംപ്ലീറ്റ് കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടും 86,000 റുപ്പീസ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പെൻസിലോണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം മുകളിൽ 86,000 റുപ്പീസ്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് സൈഡ് കംപ്ലീറ്റ് കൂട്ടും. അങ്ങനെ പേയ്മെൻറ്റ് സൈഡ് കംപ്ലീറ്റ് കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 76,000. ഇതിൽ വലിയ എമൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വലിയ എമൗണ്ട് ഏതാണ്, വലിയ എമൗണ്ട് 86,000 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ 86,000 റുപ്പീസ് കൊടുക്കുക. $86,000 റുപ്പീസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ എത്രയാണ് കുറവുള്ളത്, പേയ്മെൻറ്റ് സൈഡിൽ ആകെ 76,000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ 86,000 റുപ്പീസിൽ നിന്ന് 76,000 റുപ്പീസ് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്, 10,000 റുപ്പീസ്. ഓക്കെ, ഇത് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ആണ്, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയും. ഈ ബാലൻസ് ക്യാരി ഡൗൺ 10,000 റുപ്പീസ് ഉണ്ട്. ഈ 10,000 റുപ്പീസ് ക്യാഷിലാണോ ഉള്ളത്, ബാങ്കിലാണോ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം വരും അല്ലേ, നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ക്യാഷിലാണോ വരുന്നത്, ബാങ്കിലാണോ വരുന്നത്? നമ്മൾ ക്വസ്റ്റ്യനിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാത്തതിനാൽ നമുക്കെന്ത് ചെയ്യാം, പകുതി എടുക്കാം. പകുതി എടുക്കുമ്പോൾ ക്യാഷിൽ 5,000 റുപ്പീസ്, ക്വസ്റ്റ്യനിലൊന്നും പറയാത്തതുകൊണ്ട് ബാങ്കിൽ 5,000 റുപ്പീസ്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ എത്രയുണ്ട്, 10,000 റുപ്പീസ് ഉണ്ട് ബാക്കി. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുകയാണ് ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് തരികയാണ് 7,000 റുപ്പീസ് എന്ന് തരികയാണ്. സപ്പോസ് അങ്ങനെ വരികയാണെങ്കിൽ ബാങ്കിൽ ബാലൻസ് നമ്മൾ കണ്ടെത്തിയാൽ മതി. 3,000 റുപ്പീസ് ആയിരിക്കും ബാങ്കിലെ ബാലൻസ്. ഓക്കെ, ഇനി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ബാലൻസ് തരികയാണെങ്കിൽ സപ്പോസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 6,000 റുപ്പീസ് തരികയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് എന്തായിരിക്കും, നമ്മൾ കണ്ടെത്തേണ്ട എമൗണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എത്ര ആയിരിക്കും, 4,000 റുപ്പീസ്. ഇത് നമ്മൾ കണ്ടെത്തേണ്ട എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കൽ എങ്ങനെ നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസീപ്റ്റ്സ് കംപ്ലീറ്റ് എന്തായിരിക്കും, ഇൻകം ആയിരിക്കും അല്ലേ. കിട്ടിയത് മാത്രമല്ലേ ഇൻകം ഉണ്ടാവുള്ളൂ. അതേപോലെ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ കൊടുത്തത് കംപ്ലീറ്റ് എന്തായിരിക്കും, പേയ്മെൻറ്റ് സൈഡിൽ കാണുന്ന സാധനം മുഴുവൻ എന്തായിരിക്കും, എക്സ്പെൻഡിച്ചർ ആയിരിക്കും. മുഴുവനായിരിക്കും എന്ന് നമ്മൾ പറയാൻ പറ്റൂല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ കാണാം കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങിയതാണ്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ടത് മുഴുവൻ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നു കഴിഞ്ഞാൽ അത് അസറ്റ് സൈഡിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പേയ്മെൻറ്റ് സൈഡിലുള്ളത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും,
എക്സ്പെൻഡിച്ചർ ആയിരിക്കും. പേയ്മെൻറ്റ് സൈഡിലുള്ളത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. അതേപോലെ റെസീവ് സൈഡിൽ കാണിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ റെസീവ് സൈഡിന് ഇൻകം അല്ലെങ്കിൽ എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. അല്ലേ? ഒരാൾ നമുക്ക് കുറച്ച് ക്യാഷ് തന്നു, എന്നിട്ട് പറഞ്ഞു നമ്മോട് എന്താ പറഞ്ഞത്? അത് വേറെ ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മളെ കയ്യിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ട്, അപ്പോൾ റെസിപ്റ്റ് ആണ്. പക്ഷെ അത് വേറെ ആൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ലാബിലിറ്റി നമുക്ക് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താണ്? അത് ലാബിലിറ്റിയുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? റെസീവ് സൈഡിലുള്ളത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും? ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിലായിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാം? പേയ്മെൻറ്റ് സൈഡിലുള്ളത് ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് അസറ്റ് സൈഡിൽ പോവും. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് എവിടെ പോവും? ഇൻകം സൈഡിൽ പോവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ പോവും. അതേപോലെ റെസീവ് സൈഡിൽ രണ്ട് തരം റെസീവ്സ് ഉള്ളത്. ഒന്നെന്താണ്? ക്യാപിറ്റൽ റെസീവ്സ്. ക്യാപിറ്റൽ റെസീവ്സ് ആണെങ്കിൽ അത് ലാബിലിറ്റി പോവും. അതേപോലെ റവന്യൂ റെസീവ്സ് ആണെങ്കിൽ അത് ഇൻകമായിട്ടും പരിഗണിക്കും. ഓക്കെ, അപ്പോൾ 4 രീതിയിലാണ് വരുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അസറ്റ്, അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതേപോലെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ലാബിലിറ്റി, അതേപോലെ റവന്യൂ റെസീപ്റ്റ്സ് ഇൻകം. ഇങ്ങനായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ എഴുതുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 ഡിസംബർ 2018. നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിയിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റും. നോക്കുക, ഇവിടെ എടുക്കേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇവിടെ എടുക്കേണ്ടത് എന്താണ്? റവന്യൂ ഇൻകം. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻകമാണ്. സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണ് നോക്കുക? സബ്സ്ക്രിപ്ഷൻ 20,000. ഓക്കെ, നെക്സ്റ്റ് ഡൊണേഷൻ റിസീവ്ഡ്, ജനറൽ ഡൊണേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ റിസീപ്റ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഡൊണേഷൻ റിസീവ്ഡ് 30,000. പിന്നെ എൻട്രൻസ് ഫീ, നമ്മൾ തൽക്കാലം ഇതെന്ത് ചെയ്യുന്നു? അഡീഷണൽ ഡാറ്റ ഒന്നും ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് നമുക്ക് എൻട്രൻസ് ഫീ നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ റിസീപ്റ്റ്സ് ആയിട്ട് എടുക്കാം, 1000. അതേപോലെ ലോക്കർ റെൻറ്റ് 1000. അതേപോലെ ഇലക്ട്രിക് ചാർജ് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ചാർജ് എന്താണ്? എക്സ്പെൻഡിച്ചറാണ്. ഇലക്ട്രിക് ചാർജ് വരുന്നത് 4000. അതേപോലെ കമ്പ്യൂട്ടർ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കൊടുക്കേണ്ടത്. അതേപോലെ ഡൊണേഷൻ ഫോർ ലൈബ്രറി ലാബിലിറ്റി ആയിട്ട് പരിഗണിക്കണം. കാരണം എന്താണ്? അത് ക്യാപിറ്റൽ റെസീവ്സ് ആണ്. അതുപോലെ ടാക്സ് പെയ്ഡ് എക്സ്പെൻഡിച്ചറാണ്. ടാക്സ് പെയ്ഡ് 30,000 rupees. ഇൻഷുറൻസ് 1000. ഇൻഷുറൻസ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം 3,000. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഇൻകം. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 1000. അതേപോലെ ടൂർണമെൻറ്റ് എക്സ്പെൻഡിച്ചർ ടൂർണമെൻറ്റ് എക്സ്പെൻഡിച്ചർ 1000. അതുപോലെ ബുക്ക് പർച്ചേസ് അസറ്റാണ് അല്ലേ. അതുപോലെ സാലറി പെയ്ഡ് 15,000 rupees. ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ള ഡാറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതുപോലെ ബാലൻസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇൻകം സൈഡ് ബാലൻസ് ചെയ്യാം. 20, 50, 52, 55, 56. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,000, 34,000, 35,000,
6,000, അതുപോലെ 51,000 റുപ്പീസ്. ഇവിടെ ടോട്ടൽ വരുന്നത് 51,000 റുപ്പീസ്, ഇവിടെ 56,000 റുപ്പീസ്. അപ്പോൾ 51,000 റുപ്പീസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ളത് എത്രയാണ്? 5,000 റുപ്പീസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സർപ്ലസ്. നമ്മൾ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ വിളിച്ചു. അതിന് പകരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് വിളിക്കും? സർപ്ലസ് എന്നാണ് വിളിക്കുക. ഈ സർപ്ലസ് എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ വർഷം നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്തു? ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ സർപ്ലസ് എന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ നമ്മളെന്താ പറയുന്നത്? ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ഈ സർപ്ലസ് എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മളെങ്ങനെ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ഉപയോഗിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്, ഓപ്പണിംഗ്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കം. അപ്പോൾ തുടക്കത്തിലുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ബാലൻസ് അവിടെ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കണ്ടെത്താം. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യാം. എങ്ങനെയെന്ന് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ചെയ്യും, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോവാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇവിടെ ആകെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയി തന്നത് 2 ഡാറ്റ മാത്രമേ ഉള്ളൂ, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 1/1/2018 1/1/2018. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ്, രണ്ടും അസറ്റാണ്. അതുകൊണ്ട് നമ്മൾ ക്യാഷ് എത്ര തന്നിട്ടുള്ള എമൗണ്ട്? 5,000 റുപ്പീസ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടും. അതേപോലെ ക്യാഷ് അറ്റ് ബാങ്ക് 50,000 റുപ്പീസ്. ഇനി 1/1/2018 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഡേറ്റിൽ എന്ത് ചെയ്തിട്ടില്ല, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസറ്റോ മറ്റുള്ള ലാബിലിറ്റി ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അസറ്റും ലാബിലിറ്റിയും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ ക്യാപിറ്റലിന് പകരം ക്യാപിറ്റൽ ഫണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബാങ്ക് 50,000 റുപ്പീസ്, അങ്ങനെ ടോട്ടൽ 20,000 റുപ്പീസ്. രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ്. 20,000 റുപ്പീസ്. അപ്പോൾ ഇവിടെ ഒരു എമൗണ്ട് കുറവുണ്ട്, 20,000 റുപ്പീസ് ഇവിടെ കുറവുണ്ട്, ബാലൻസിങ് ഫിഗർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ്? 20,000 റുപ്പീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഏതാ നോക്കാം. നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇത്. അതേപോലെ ഇവിടെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം എന്താണ് ക്വസ്റ്റ്യനിൽ ഉള്ളത് നോക്കാം. ആദ്യം പറയുന്നത് കമ്പ്യൂട്ടർ. ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടും. കമ്പ്യൂട്ടർ 15,000 റുപ്പീസിന് വാങ്ങി, അതൊരു അസറ്റാണ് അല്ലേ. അതേപോലെ പിന്നെ പറയുന്നത് ഡൊണേഷൻ ഫോർ ലൈബ്രറി. അതെന്താണ്? ഒരു സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷനാണ്. ഡൊണേഷൻ ഫോർ ലൈബ്രറി എമൗണ്ട് നോക്കുക. ഡൊണേഷൻ ഫോർ ലൈബ്രറി 10,000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, ലാബിലിറ്റിയാണ്. അതേപോലെ ബുക്സ് 10,000 റുപ്പീസ് അല്ലേ. 10,000 റുപ്പീസിൻ്റെ ബുക്സ് എന്താണ്? അസറ്റാണ്. അതേപോലെ പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ്. ക്യാഷ് ആൻഡ് ബാങ്ക് എത്രയാണ്? നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. 5,000 രൂപ. പകുതി നമ്മൾ കൊടുത്തല്ലോ, 5,000 രൂപ. അത് ക്വസ്റ്റ്യൻ നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 5,000 ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്കും നമുക്ക് കിട്ടും. അതേപോലെ ഇനി നമ്മൾ ക്വസ്റ്റ്യനൊന്നുമില്ല. അതേപോലെ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടെത്തി 20,000 റുപ്പീസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് പ്ലസ് സർപ്ലസ് അതിലേക്ക് എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യണം. സർപ്ലസ് എത്ര നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? 5,000 രൂപയാണ്. അങ്ങനെ 25,000 റുപ്പീസാണ് ക്യാപിറ്റൽ ഫണ്ടിൽ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. 15, 20, 30.
15, 25, 30, 35 35,000 റുപ്പീസാണ് ഇവിടെ വരുന്നത്. ഹിയർ ആൾസോ 35,000 റുപ്പീസ്. അപ്പോൾ സ്റ്റുഡൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അസറ്റാണ് ഇത്, നമ്മൾ ക്വസ്റ്റ്യനിൽ കിട്ടിയതാണ്. ഇതും നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ക്വസ്റ്റ്യനിൽ കിട്ടിയതാണ്. ഇത് നമ്മൾ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്, ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇത് എന്താണ്, ഡൊണേഷൻ ഫോർ ലൈബ്രറി എന്ന സ്പെഷ്യൽ പർപ്പസിനുള്ള ഡൊണേഷൻ ആയതുകൊണ്ട് ഇതാണ് ലയബിലിറ്റിയാണ്. അത് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തി, അതിലേക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയ സർപ്ലസ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 35,000 റുപ്പീസ് രണ്ട് ഭാഗത്തും